ചോദ്യം നമ്പർ 2 ശ്രീ കെ രാമചന്ദ്രൻ, ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണം എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി. സർ, ഉണ്ട്. അതിവേഗം നഗരവൽക്കരിക്കപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം. ഏറ്റവും പുതിയ ജനസംഖ്യാ കണക്കെടുപ്പുകളും ജനസംഖ്യാ പ്രവചനങ്ങളും സംസ്ഥാനം അതിവേഗം നഗരവൽക്കരണത്തിൻ്റെ പാതയിലാണെന്ന് വ്യക്തമായി സൂചിപ്പിക്കുന്നു. 1991 സെൻസസ് പ്രകാരം കേരളത്തിലെ നഗര ജനസംഖ്യ 26.44% മാത്രമായിരുന്നെങ്കിൽ വെറും 20 വർഷത്തിനുള്ളിൽ 2011 സെൻസസ് അനുസരിച്ച് 47.22% ഉയർന്നതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. കേരളത്തിലെ സെൻസസ് ടൗണുകളുടെ എണ്ണത്തിലുണ്ടായ വർധനവിലും അതിവേഗ നഗരവൽക്കരണത്തിൻ്റെ പ്രവണത വ്യക്തമായി കാണാവുന്നതാണ്. 2001 159 ആയിരുന്ന സെൻസസ് ടൗണുകളുടെ എണ്ണം 2011 3 ഇരട്ടിയിലധികം വർദ്ധിച്ച് 520 നിലവിൽ കേരളത്തിലെ നഗര ജനസംഖ്യ 60%-ലധികമാണെന്നും പലതരത്തിലുള്ള പ്രവചനങ്ങളുണ്ട്. ചില പ്രവചനങ്ങൾ 2035 ആകുമ്പോഴേക്കും 90% നഗര ജനസംഖ്യയാവും എന്ന് പറയുന്നുണ്ട്. 2051 കൂടി 80%-ലേക്ക് എത്തും എന്നുള്ള പ്രവചനമുണ്ട്. കേരളത്തിലെ നഗരവൽക്കരണത്തിൻ്റെ സ്വഭാവവും സങ്കീർണതയും പ്രശ്നങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കിയും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസന കാഴ്ചപ്പാടിന് അനുസൃതമായും ഹ്രസ്വകാല ദീർഘകാല ലക്ഷ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്ത 25 വർഷത്തെ വികസന പ്രവർത്തനങ്ങളുടെ രൂപരേഖ തയ്യാറാക്കുന്നതിന് സമഗ്ര നഗര നയം രൂപീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചു. സർ, ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം ഒരു നഗര നയം ആവിഷ്കരിക്കാൻ മുൻകൈയെടുത്തത്. അതിപ്പോൾ അവസാന ഘട്ടത്തിലാണ്. ഈ സർക്കാർ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ആദ്യം നഗര നയം ആവിഷ്കരിക്കുന്ന സംസ്ഥാനമായി കേരളം മാറും. സർ, 13 അംഗ കേരള നഗരനയ കമ്മീഷനെ ഇതിനുവേണ്ടി രൂപീകരിച്ചു. അക്കാഡമിക്, രാഷ്ട്രീയ, സാമൂഹ്യ മേഖലകളിലെ വിദഗ്ധർ ഉൾപ്പെട്ട ഈ കമ്മീഷന്റെ ചെയർമാനായി പ്രവർത്തിച്ചത് ബെൽഫാസ്റ്റിലെ ക്യൂൻസ് സർവകലാശാലയിലെ പ്രൊഫസർ ശ്രീ എം സതീഷ് കുമാറാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള നഗരാസൂത്രണ വിദഗ്ധർ, അതുപോലെ നഗരകാര്യ വിദഗ്ധർ എല്ലാം ഉൾപ്പെട്ട ഡോക്ടർ കെ ടി രവീന്ദ്രനെയൊക്കെ പോലുള്ള ഇന്ത്യയിലെയും വിദേശത്തെയും ഏറ്റവും പ്രമുഖരായിട്ടുള്ള ഈ മേഖലയിലെ വിദഗ്ധർ ഉൾപ്പെട്ട കമ്മീഷനാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്. രാജ്യത്തെ പ്രധാനപ്പെട്ട 21 അക്കാദമിക് സ്ഥാപനങ്ങൾ നടത്തിയ 32 ഹ്രസ്വകാല പഠനങ്ങളുടെയും 50-ലധികം സ്റ്റേക്ക് ഹോൾഡർ കൺസൾട്ടേഷനുകളുടെയും അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് ഏതാണ്ട് ജനപ്രതിനിധികൾ ഉൾപ്പെടെ 2500-ലേറെ പേരുമായി ആശയവിനിമയം നടത്തിയിട്ട് കൂടിയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. 2024 ഒരു ഇടക്കാല റിപ്പോർട്ടും 25 മാർച്ചിൽ അന്തിമ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. സർ, ബാക്കി ഞാൻ മേശപ്പുറത്ത് വെച്ചു. താങ്ക് യു. ശ്രീ കെ രാമചന്ദ്രൻ. സാർ, രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളിൽ പൊതുവെ കാണുന്നത് പോലെ ഗ്രാമത്തിലുള്ളവർ നഗരങ്ങളിലേക്ക് ചേക്കേറുകയല്ല, മറിച്ച് നഗരം ഗ്രാമങ്ങളിലേക്ക് വളരുകയും വികസിക്കുകയും ചെയ്യുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് കണ്ടുവരുന്നത്. ഇത്തരത്തിൽ സംസ്ഥാനമാകെ നഗരവൽക്കരിക്കപ്പെടുമ്പോൾ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ, പാർപ്പിട സൗകര്യങ്ങൾ, ഗതാഗത സൗകര്യങ്ങൾ, മാലിന്യ സംസ്കരണം എന്നിവ ഉൾപ്പെടെ സജ്ജമാക്കുവാൻ എന്തെങ്കിലും പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ടോ? അതിനായി എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? യെസ്, മിനിസ്റ്റർ. സർ, ബഹുമാനായിട്ടുള്ള അംഗം ഇവിടെ കേരളത്തിലെ നഗരവൽക്കരണത്തിൻ്റെ പ്രത്യേകതയെ ശരിയായിട്ട് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. സോ, ലോകത്താകെ നടക്കുന്ന നഗരവൽക്കരണത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രവണത കേരളത്തിൽ കാണാം. നമ്മൾ പൊതുവേ നഗരവൽക്കരണം എന്ന് പറയുമ്പോൾ കാണുന്നത് ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്കുള്ള കുടിയേറ്റമാണ്. പക്ഷേ കേരളത്തിൽ സംഭവിക്കുന്നത് നഗരഗ്രാമ അതിർത്തികൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. എവിടെ ഗ്രാമം അവസാനിക്കുന്നുവെന്നോ, എവിടെ നഗരം ആരംഭിക്കുന്നുവെന്നോ, എവിടെ നഗരം അവസാനിക്കുന്നുവെന്നോ ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു നഗരവ്യാപനമാണ് കേരളത്തിൻ്റെ നഗരവൽക്കരണത്തിൻ്റെ പ്രത്യേകതയായി നമുക്ക് കാണാവുന്നത്. എല്ലാ വിദഗ്ധരും ഇത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ നഗരമായി അടുത്തൊരു ദശകത്തിനുള്ളിൽ കേരളം മാറും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ലോകത്തിലെ ഏറ്റവും വലിയ നഗരം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒറ്റ നഗരം എന്ന നിലയിലേക്ക് മാറും. ഇപ്പോൾ തന്നെ ഒരു നാഷണൽ ഹൈവേയുടെ ഇരുവശത്തുമായിട്ട് വ്യാപിച്ചു കിടക്കുന്നൊരു നഗരമായിട്ട് കേരളം രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ബഹുമാനായിട്ടുള്ള അംഗം ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലുള്ള വലിയ വെല്ലുവിളികൾ അത് ഉയർത്തുന്നുണ്ട്, ഒപ്പം വലിയ സാധ്യതകളും അവസരങ്ങളും നൽകുന്നുണ്ട്. രണ്ടുമുണ്ട്. അത് രണ്ടും അഭിസംബോധന ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സമഗ്രമായൊരു നയം ആവിഷ്കരിക്കാൻ ഈ ഗവൺമെൻറ് ആലോചിച്ചത്. ഇന്ത്യയിൽ തന്നെ ആദ്യം ഒരു മുൻകൈയെടുത്തത്. സർ, പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാണിച്ചതാണ്. ഒന്ന്, ട്രാൻസ്പോർട്ടേഷൻ്റെ അർബൻ ട്രാൻസ്പോർട്ടേഷൻ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായി തീരും.
അവിടെയാണ് അതിവേഗ റെയിൽ പോലുള്ള ആശയങ്ങളുടെ പ്രാധാന്യം വരുന്നത്. എങ്ങനെയാണ് കേരളത്തിലെ സർക്കാർ ദീർഘവീക്ഷണത്തോടുകൂടി അടുത്തൊരു 25-50 കൊല്ലത്തെ കേരളത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് പദ്ധതികൾ ആവിഷ്കരിച്ചത് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണിത്. അതിവേഗ റെയിൽ ആവശ്യമായി വരും. നാഷണൽ ഹൈവേ പോലുള്ള മലയോര ഹൈവേ, അതുപോലെ തന്നെ തീരദേശ ഹൈവേ പോലുള്ള അടിസ്ഥാന സൗകര്യ വികസനം വേണം. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഇത്തരത്തിലുള്ള പദ്ധതികൾ, ഈ നഗരവൽക്കരണത്തിൻ്റെ പ്രവണതയെ കണ്ടുകൊണ്ടുകൂടിയാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഹൗസിങ്ങിൻ്റേതാണ്, അർബൻ ഹൗസിംഗ്. സർ, നഗരം വ്യാപിക്കുന്ന സമയത്ത് നഗരങ്ങളിൽ സുരക്ഷിതമായിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള ഹൗസിംഗ് ഭവനം ഉറപ്പുവരുത്തുക എന്നത് സർക്കാരിൻ്റെ മുൻഗണനയാണ്. ഈ സർക്കാരിൻ്റെ കീഴിൽ നടപ്പാക്കിയ ലൈഫ് ഭവന പദ്ധതി അതിൻ്റെ ഒരു ഉദാഹരണമാണ്. ആ ലൈഫ് ഭവന പദ്ധതിക്ക് കീഴിൽ കേരളത്തിലാകെ 6 ലക്ഷത്തിലധികം പേരുമായി കരാർ ഒപ്പിട്ട് കഴിഞ്ഞു. ഫെബ്രുവരി മാസത്തിൽ 5 ലക്ഷം എന്ന നാഴികക്കല്ല് കേരളം പിന്നിടാൻ പോവുകയാണ് വീടിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള പദ്ധതികൾ നിലവിൽ തന്നെ നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ അത്തരം പദ്ധതികൾ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നടപടികളുണ്ടാവും. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അദ്ദേഹം ഉന്നയിച്ചത് മാലിന്യ സംസ്കരണത്തിൻ്റെതാണ്. സർ, നഗരവൽക്കരണം ഉയർത്തുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മലിനീകരണത്തിൻ്റെയും ശുചിത്വത്തിൻ്റെയുമാണ്. ഇപ്പോൾ ദാവോസിൽ ലോക സാമ്പത്തിക ഫോറം നടന്നു. ബഹുമാന്യായ വ്യവസായ മന്ത്രി അതിൽ പങ്കെടുത്തിരുന്നു. അത് സംബന്ധിച്ച് വന്നിട്ടുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെല്ലാം വന്ന വാർത്തകൾ ചൂണ്ടിക്കാണിക്കുന്നത് ആ ലോക എക്കണോമിക് ഫോറം, വേൾഡ് എക്കണോമിക് ഫോറം ദാവോസിൽ നടന്നപ്പോൾ ഇന്ത്യൻ നഗരങ്ങളുടെ മലിനീകരണത്തെക്കുറിച്ചാണ് അവിടെ പ്രധാനമായിട്ടും ഉന്നയിക്കപ്പെട്ട ഒരാശങ്ക എന്നതാണ്. ഇന്ത്യയിലെ നഗരങ്ങൾ മലിനീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ജീവിതയോഗ്യമല്ലാതായിത്തീരുന്നു. ഡൽഹിയുടെ എല്ലാം അനുഭവം നമുക്കറിയാം, വായു ഗുണനിലവാര സൂചികയുടെ എല്ലാം സ്ഥിതി. അപ്പോൾ സർ, ഇപ്പോൾ നമ്മൾ കാണുന്നത് ഡൽഹിയിൽ നിന്നും അതുപോലുള്ള മഹാനഗരങ്ങളിൽ നിന്നും കേരളത്തിലെ നഗരങ്ങളിലേക്ക് റീലൊക്കേറ്റ് ചെയ്യാൻ ആളുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. കാരണം ശുദ്ധവായു കിട്ടുന്ന നഗരങ്ങൾ കേരളത്തിലേതാണ്, അതുപോലെ തന്നെ ശുചിത്വമുള്ള നഗരങ്ങൾ കേരളത്തിലേതാണ്. നമുക്ക് ഇനിയും ഒരുപാട് ദൂരക്കാര്യത്തിൽ മുന്നോട്ട് പോകാനുണ്ട് എന്നത് സംശയമില്ല. അപ്പോൾ അതിന് ഗവൺമെന്റ് ആവിഷ്കരിച്ച പദ്ധതികൾ ഈ സഭയിൽ നേരത്തെ തന്നെ വിശദീകരിച്ചതാണ്. ബ്രഹ്മപുരം പോലുള്ള ക്രൈസിസിനെ എങ്ങനെയാണ് കേരളം കൈകാര്യം ചെയ്തത് എന്നത് ഒരു മാതൃകയാണ് സർ. ഇപ്പോൾ ബ്രഹ്മപുരത്ത് ഈ മാസം അവസാനത്തോടു കൂടി 150 ടണ്ണിന്റെ കംപ്രസ് ബയോഗ്യാസ് പ്ലാന്റ് ഉദ്ഘാടനം നടത്തുകയാണ്. അദ്ദേഹത്തിന്റെ വളരെ പ്രസക്തമായ ചോദ്യമായതുകൊണ്ട് ദീർഘമായ ഉത്തരം. ശ്രീ കെ കെ രാമദാസ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കപ്പെടുന്ന ഈ ഗ്രാമങ്ങളാകെ നഗരവൽക്കരിക്കപ്പെടുന്നതിൻ്റെ ഭാഗമായി വയോജനങ്ങൾ, സ്ത്രീകൾ, പ്രത്യേകിച്ച് സ്ത്രീ തൊഴിലാളികൾ, കുട്ടികൾ എന്നിവർക്കായി നഗരവൽക്കരണ ആസൂത്രണ നയത്തിൽ പ്രത്യേക പരിഗണനയും പദ്ധതികൾ ഉൾപ്പെടുത്തുന്നതിന് പ്രത്യേക ആലോചനയും സർക്കാർ നടത്തുന്നുണ്ടോ എന്ന് വ്യക്തമാക്കാം. സർ, ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് നഗരവൽക്കരണം എന്ന പ്രതിഭാസത്തെ നമുക്ക് തടഞ്ഞു നിർത്താനാവില്ല. അതിനെ തടഞ്ഞു നിർത്തുക എന്നതല്ല, അതിനെ ആസൂത്രിതമായിട്ടുള്ള രീതിയിൽ ശരിയായ ദിശയിലേക്ക് വഴിതിരിച്ചു വിടുക എന്നതാണ്. ഇൻക്ലൂസീവായ നഗരങ്ങൾ എന്ന കാഴ്ചപ്പാടാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. നഗരം ആരുടേത് എന്ന് ചോദിച്ചാൽ എല്ലാവരുടേതും എന്നതാണ് കേരളത്തിൻ്റെ ബദൽ. ആ ബദലാണ് കേരളം ഉയർത്തിപ്പിടിക്കുന്നത്. അതല്ലാതെ സമ്പന്നർക്ക് മാത്രം ഇടമുള്ള നഗരം, ബാക്കി പാർശ്വവൽക്കരിക്കപ്പെട്ടവർ എല്ലാം പ്രാന്തപ്രദേശങ്ങളിലേക്ക് തള്ളി നീക്കപ്പെടുന്ന നഗരം എന്നതല്ല ഈ സർക്കാരിൻ്റെ കാഴ്ചപ്പാട്. സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ വികസനം എന്ന ഒരു ബദൽ സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നഗരങ്ങൾ, അതിൽ പ്രായം ചെന്നവർ, വയോജനങ്ങൾ, സ്ത്രീകൾ, ദുർബല വിഭാഗങ്ങൾ, അവർക്കെല്ലാം ജീവിത സൗകര്യങ്ങളുള്ള, ജീവിക്കാൻ ഇടമുള്ള ഒരു നഗരം, അവരെല്ലാം ഉൾക്കൊള്ളുന്ന നഗരം എന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ നഗരനയം ആവിഷ്കരിക്കുന്നത്. ശ്രീ പി നന്ദകുമാർ. സർ, കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ തികച്ചും വ്യത്യസ്തമാണ്. ഈ കഴിഞ്ഞ 10 വർഷത്തിനകം വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധേയമാണ് സർ. എൻ്റെ ചോദ്യം, നഗരനയം ആവിഷ്കരിക്കുമ്പോൾ കേരളത്തിലെ സവിശേഷമായ സാമൂഹ്യ സാമ്പത്തിക സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമെന്ന്. അതാണ് ഞാൻ നേരത്തെ വിശദീകരിച്ചത്. കേരളത്തിൻ്റെ സവിശേഷ സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള നഗരനയമാണ്. അതാ നേരത്തെ പറഞ്ഞത്. സാമൂഹിക നീതിയിലധിഷ്ഠിതമായ വികസനം, നഗരത്തിൻ്റെ രീതിയിൽ സ്വാഭാവികമായി വളരുക എന്നുള്ളതല്ല, നഗരം എല്ലാവർക്കും അവസരങ്ങൾ നൽകുന്ന തരത്തിലുള്ള നഗരവൽക്കരണത്തിന് വഴിയൊരുക്കുക എന്നതാണ്. അതിനാണ് സർക്കാർ ഒരു നയം ആവിഷ്കരിച്ചിട്ടുള്ളത്. ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു സർ. ലോകത്തെല്ലായിടത്തും വിവിധ രാജ്യങ്ങളുടെ GDP-യിലേക്ക് ഏറ്റവും വലിയ സംഭാവനകൾ നൽകുന്നത് നഗരങ്ങളാണ്. ഇപ്പോൾ കേരളത്തിൽ സംബന്ധിച്ചും
ഈ നഗരവൽക്കരണത്തിൻ്റെ സാധ്യതയെ സാമ്പത്തിക വളർച്ചയ്ക്ക് കൂടി ഉപയോഗപ്പെടുത്തുക, സമ്പദ് ഉൽപ്പാദനത്തിൻ്റെ കേന്ദ്രങ്ങളായി സാമ്പത്തിക വളർച്ചയുടെ ചാലകശക്തികളായി നഗരങ്ങളെ മാറ്റുക എന്ന ഒരു കാഴ്ചപ്പാട് കൂടി സർക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോഴാണ് തൊഴിലും അതുപോലെ വരുമാനവും എല്ലാവർക്കും ഉറപ്പുവരുത്താൻ കഴിയുക. പ്രാദേശിക സാമ്പത്തിക വികസനം എന്നത് സർക്കാർ അംഗീകരിച്ച സമീപനമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ നഗരങ്ങളെ ഗ്രോത്ത് ഹബ്ബുകളാക്കി മാറ്റുക എന്ന കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഒരു കാര്യം കൂടി സർ, വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള വൻകിട പദ്ധതികൾ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കിഫ്ബിയിലൂടെ നടപ്പാക്കിയിട്ടുള്ള 90,000 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ, ഇതെല്ലാം കേരളത്തിന്റെ നഗരവൽക്കരണത്തിനും ആവശ്യമായ പശ്ചാത്തല സൗകര്യ നഗരവൽക്കരണത്തിന്റെ പശ്ചാത്തലത്തിലുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിനും വലിയ സംഭാവനകളാണ് നൽകിയിട്ടുള്ളത്. സാർ, നമ്മുടെ ഗ്രാമങ്ങൾ അതിവേഗതയിൽ നഗര സ്വഭാവം കൈവരിക്കുമ്പോൾ ധാരാളം പ്രകടമായ വ്യത്യാസങ്ങളാണ് സംഭവിക്കുന്നത്. നമ്മുടെ പ്രാദേശികമായ വികസന കാര്യത്തിൽ അർബൻ റൂറൽ എന്ന ഒരു വ്യത്യാസം വെച്ചിട്ട് ഭരണപരമായ കാര്യത്തിൽ ഉൾപ്പെടെ പ്രാദേശിക വികസന പ്രക്രിയയിൽ സ്വാഭാവികമായിട്ട് നിൽക്കുന്ന നിയമത്തെയും ചട്ടങ്ങളെ അടിസ്ഥാനമാക്കി തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ പ്രകടമായി ഗ്രാമങ്ങൾ നഗരവൽക്കരിക്കപ്പെടുന്ന സന്ദർഭത്തിൽ അതിനെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള വ്യത്യാസം ഭരണപരമായ കാര്യത്തിൽ പ്രാദേശിക വികസന പ്രക്രിയയിൽ എങ്ങനെയാണ് സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നത്? അർബൻ കമ്മീഷൻ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഏത് തരത്തിലാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്? നമ്മളിപ്പോൾ തന്നെ മാസ്റ്റർ പ്ലാനുകൾ, നഗരങ്ങൾക്കുള്ള മാസ്റ്റർ പ്ലാനുകൾ രൂപവൽക്കരിക്കുന്ന പ്രക്രിയയിലാണ്. അനേകം നഗരസഭകളുടെ മാസ്റ്റർ പ്ലാനുകൾ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ബാക്കിയുള്ളവ ഇപ്പോൾ അപ്രൂവ് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളിലാണ്. റിസ്ക് ഇൻഫോം മാസ്റ്റർ പ്ലാൻ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, കാലാവസ്ഥാ വ്യതിയാനത്തിന് ഏറ്റവും വൾണറബിളായിട്ടുള്ള ഒരു പ്രദേശമാണ്. ലോകത്തിലെ തന്നെ 50ഓളം വൾണറബിളായിട്ടുള്ള പ്രദേശങ്ങളിലൊന്നാണ് കേരളം. അപ്പോൾ ആ പ്രത്യേകത കൂടി കണക്കിലെടുത്തുകൊണ്ട് വേണം കേരളത്തിൻ്റെ നഗരവൽക്കരണത്തിൻ്റെ ദിശ നിർണ്ണയിക്കാൻ. അതുകൊണ്ട് റിസ്ക് ഇൻഫോം മാസ്റ്റർ പ്ലാനുകൾ തയ്യാറാക്കുന്ന പ്രക്രിയയും ഇപ്പോൾ നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം ഈ നഗരഗ്രാമ അന്തരം കുറഞ്ഞു വരുന്നത് കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള നടപടികൾ, പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ ജി സ്റ്റീഫൻ. സർ, നഗരവൽക്കരണം പൂർണ്ണമായ തോതിൽ നടപ്പിലാക്കുമ്പോൾ നിലവിലെ നിയമങ്ങളിൽ കാതലായിട്ടുള്ള മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട് സർ. ഇത്തരത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുന്നതിനും അർബൻ ഒബ്സർവേറ്ററികൾ സ്ഥാപിക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, അർബൻ ഒബ്സർവേറ്ററി എന്നത് ഈ അർബൻ കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശമാണ്. സർക്കാർ അത് നടപ്പിലാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ പിന്നീട് വ്യക്തമാക്കാൻ കഴിയുകയുള്ളൂ. അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ നിയമങ്ങളിൽ വരുത്തേണ്ട മാറ്റമാണ്. അത് വളരെ പ്രസക്തമാണ്. സർ, കേരളത്തിൻ്റെ പഞ്ചായത്ത് രാജ് നിയമം 57 EMS അധ്യക്ഷനായിട്ടുള്ള ഭരണപരിഷ്കാര കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 60 ഉണ്ടായതാണ്. പിന്നീട് 94 പഞ്ചായത്ത് രാജ് മുനിസിപ്പൽ നന്ദകുമാർ. ശ്രീ പി നന്ദകുമാർ. സർ, കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ തികച്ചും വ്യത്യസ്തമാണ്. ഈ കഴിഞ്ഞ 10 വർഷത്തിനകം വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധേയമാണ് സർ. എൻ്റെ ചോദ്യം, നഗരനയം ആവിഷ്കരിക്കുമ്പോൾ കേരളത്തിലെ സവിശേഷമായ സാമൂഹ്യ സാമ്പത്തിക സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമോ? അതാണ് ഞാൻ നേരത്തെ വിശദീകരിച്ചത്. കേരളത്തിൻ്റെ സവിശേഷ സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള നഗരനയമാണ്. അതാ നേരത്തെ പറഞ്ഞത്. സാമൂഹിക നീതിയിലധിഷ്ഠിതമായ വികസനം, നഗരത്തിൻ്റെ രീതിയിൽ സ്വാഭാവികമായി വളരുക എന്നുള്ളതല്ല, നഗരം എല്ലാവർക്കും അവസരങ്ങൾ നൽകുന്ന തരത്തിലുള്ള നഗരവൽക്കരണത്തിന് വഴിയൊരുക്കുക എന്നതാണ്. അതിനാണ് സർക്കാർ ഒരു നയം ആവിഷ്കരിച്ചിട്ടുള്ളത്. ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു സർ. ലോകത്തെല്ലായിടത്തും വിവിധ രാജ്യങ്ങളുടെ GDP-യിലേക്ക് ഏറ്റവും വലിയ സംഭാവനകൾ നൽകുന്നത് നഗരങ്ങളാണ്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചും ഈ നഗരവൽക്കരണത്തിൻ്റെ സാധ്യതയെ സാമ്പത്തിക വളർച്ചയ്ക്ക് കൂടി ഉപയോഗപ്പെടുത്തുക, സമ്പദ് ഉൽപ്പാദനത്തിൻ്റെ കേന്ദ്രങ്ങളായി സാമ്പത്തിക വളർച്ചയുടെ ചാലകശക്തികളായി നഗരങ്ങളെ മാറ്റുക എന്ന ഒരു കാഴ്ചപ്പാട് കൂടി സർക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോഴാണ് തൊഴിലും അതുപോലെ വരുമാനവും എല്ലാവർക്കും ഉറപ്പുവരുത്താൻ കഴിയുക. പ്രാദേശിക സാമ്പത്തിക വികസനം എന്നത് സർക്കാർ അംഗീകരിച്ച സമീപനമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ നഗരങ്ങളെ ഗ്രോത്ത് ഹബ്ബുകളാക്കി മാറ്റുക എന്ന കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഒരു കാര്യം കൂടി സർ, വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള വൻകിട പദ്ധതികൾ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കിഫ്ബിയിലൂടെ നടപ്പാക്കിയിട്ടുള്ള 90,000 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ, ഇതെല്ലാം കേരളത്തിന്റെ നഗരവൽക്കരണത്തിനും ആവശ്യമായ പശ്ചാത്തല സൗകര്യ നഗരവൽക്കരണത്തിന്റെ പശ്ചാത്തലത്തിലുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിനും വലിയ സംഭാവനകളാണ് നൽകിയിട്ടുള്ളത്. സാർ, നമ്മുടെ ഗ്രാമങ്ങൾ അതിവേഗതയിൽ നഗര സ്വഭാവം കൈവരിക്കുമ്പോൾ ധാരാളം പ്രകടമായ വ്യത്യാസങ്ങളാണ് സംഭവിക്കുന്നത്.
നമ്മുടെ പ്രാദേശികമായ വികസന കാര്യത്തിൽ അർബൻ റൂറൽ എന്ന ഒരു വ്യത്യാസം വെച്ചിട്ട് ഭരണപരമായ കാര്യത്തിൽ ഉൾപ്പെടെ പ്രാദേശിക വികസന പ്രക്രിയയിൽ സ്വാഭാവികമായിട്ട് നിൽക്കുന്ന നിയമത്തെയും ചട്ടങ്ങളെ അടിസ്ഥാനമാക്കി തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ പ്രകടമായി ഗ്രാമങ്ങൾ നഗരവൽക്കരിക്കപ്പെടുന്ന സന്ദർഭത്തിൽ അതിനെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള വ്യത്യാസം ഭരണപരമായ കാര്യത്തിൽ പ്രാദേശിക വികസന പ്രക്രിയയിൽ എങ്ങനെയാണ് സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നത്? അർബൻ കമ്മീഷൻ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഏത് തരത്തിലാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്? മിനിസ്റ്റർ. സർ, നമ്മളിപ്പോൾ തന്നെ മാസ്റ്റർ പ്ലാനുകൾ, നഗരങ്ങൾക്കുള്ള മാസ്റ്റർ പ്ലാനുകൾ രൂപവൽക്കരിക്കുന്ന പ്രക്രിയയിലാണ്. അനേകം നഗരസഭകളുടെ മാസ്റ്റർ പ്ലാനുകൾ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ബാക്കിയുള്ളവ ഇപ്പോൾ അപ്രൂവ് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളിലാണ്. റിസ്ക് ഇൻഫോം മാസ്റ്റർ പ്ലാൻ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, കാലാവസ്ഥാ വ്യതിയാനത്തിന് ഏറ്റവും വൾണറബിളായിട്ടുള്ള ഒരു പ്രദേശമാണ്. ലോകത്തിലെ തന്നെ 50ഓളം വൾണറബിളായിട്ടുള്ള പ്രദേശങ്ങളിലൊന്നാണ് കേരളം. അപ്പോൾ ആ പ്രത്യേകത കൂടി കണക്കിലെടുത്തുകൊണ്ട് വേണം കേരളത്തിൻ്റെ നഗരവൽക്കരണത്തിൻ്റെ ദിശ നിർണ്ണയിക്കാൻ. അതുകൊണ്ട് റിസ്ക് ഇൻഫോം മാസ്റ്റർ പ്ലാനുകൾ തയ്യാറാക്കുന്ന പ്രക്രിയയും ഇപ്പോൾ നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം ഈ നഗരഗ്രാമ അന്തരം കുറഞ്ഞു വരുന്നത് കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള നടപടികൾ, പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ ജി സ്റ്റീഫൻ. സർ, നഗരവൽക്കരണം പൂർണ്ണമായ തോതിൽ നടപ്പിലാക്കുമ്പോൾ നിലവിലെ നിയമങ്ങളിൽ കാതലായിട്ടുള്ള മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട് സർ. ഇത്തരത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുന്നതിനും അർബൻ ഒബ്സർവേറ്ററികൾ സ്ഥാപിക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, അർബൻ ഒബ്സർവേറ്ററി എന്നത് ഈ അർബൻ കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശമാണ്. സർക്കാർ അത് നടപ്പിലാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ പിന്നീട് വ്യക്തമാക്കാൻ കഴിയുകയുള്ളൂ. അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ നിയമങ്ങളിൽ വരുത്തേണ്ട മാറ്റമാണ്. അത് വളരെ പ്രസക്തമാണ്. സർ, കേരളത്തിൻ്റെ പഞ്ചായത്ത് രാജ് നിയമം 57 EMS അധ്യക്ഷനായിട്ടുള്ള ഭരണപരിഷ്കാര കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 60-ൽ ഉണ്ടായതാണ്. പിന്നീട് 94-ലാണ് പഞ്ചായത്ത് രാജ് മുനിസിപ്പൽ നിയമങ്ങൾ പിന്നീട് പാസ്സാക്കിയത്. ഇപ്പോൾ ഏറെ വർഷം പിന്നിട്ടിരിക്കുന്നു. സാഹചര്യങ്ങളിൽ വലിയ മാറ്റം വന്നിരിക്കുന്നു. നഗരവൽക്കരണം വലിയ തോതിൽ അതിൻ്റെ ആക്കം കൂടിയിരിക്കുന്നു. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടുള്ള സമഗ്രമായ പഞ്ചായത്ത് രാജ് മുനിസിപ്പൽ നിയമ ഭേദഗതികളുടെ പ്രത്യേകിച്ച് മുനിസിപ്പൽ നിയമ ഭേദഗതിയുടെ നിർദ്ദേശം കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സർക്കാർ അതും നയത്തിൻ്റെ ഭാഗമായി പരിഗണിക്കുന്നുണ്ട്. ശ്രീ രമേശ് ചെന്നിത്തല. കവി പാടിയിട്ടുള്ളത് നാട്ടിൻപുറങ്ങൾ നന്മകളാൽ സമൃദ്ധം എന്നാണ്. സർ, കേരളം ഇപ്പോൾ ഒരു മെട്രോപൊളിറ്റൻ സിറ്റി അല്ല. ബോംബെ, കൽക്കട്ട, മദ്രാസ് അല്ലെങ്കിൽ ചെന്നൈ എന്നുള്ള ആ മെട്രോപൊളിറ്റൻ സിറ്റിയെ പോലെ കേരളത്തെ നമുക്ക് മാറ്റിയെടുക്കാനും കഴിയില്ല. മന്ത്രി പറഞ്ഞത് ശരിയാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ വളരെ കൂടുതലായതുകൊണ്ട് ഗ്രാമ നഗര വ്യത്യാസങ്ങൾ നമുക്കില്ല. പക്ഷേ കേരളത്തിൻ്റെ ഗ്രാമങ്ങളുടെ സൗന്ദര്യം നിലനിർത്തിക്കൊണ്ട് അതിനനുസരിച്ചുള്ള പ്ലാൻഡ് ആയിട്ടുള്ള നഗരങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. അതുകൊണ്ട് നേരത്തെ മറ്റ് പ്രധാനപ്പെട്ട നഗരങ്ങളിൽ കാണുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അതുവഴി നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അപ്പോൾ പ്ലാൻഡ് സിറ്റികളാണ് നമുക്ക് ആവശ്യം. ശുദ്ധജലം ലഭ്യമാക്കുന്ന, പൊല്യൂഷൻ ഇല്ലാത്ത, മാലിന്യങ്ങൾ സംസ്കരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്ലാൻഡ് സിറ്റികളെ പറ്റി ഗവൺമെൻറ് ആലോചിക്കുന്നുണ്ടോ? അത് നടപ്പാക്കാനുള്ള എന്തെല്ലാം നടപടികൾ സ്വീകരിക്കുന്നു? കവി പാടിയതിൽ ഒരു വാക്യം മാത്രമേ അദ്ദേഹം ഉദ്ധരിച്ചുള്ളൂ. നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന് മാത്രമല്ല, നാട്യപ്രധാനം നഗരം എന്നുകൂടി കവി പാടിയിട്ടുണ്ട്. എൻ്റെ അഭിപ്രായമല്ല, കവി പാടിയത് അങ്ങ് ഉദ്ധരിച്ചപ്പോൾ ഞാൻ പൂരിപ്പിച്ചു എന്നേ ഉള്ളൂ ബാക്കി ഭാഗം. സാർ, തീർച്ചയായിട്ടും ഇപ്പോൾ ഇതുവരെ വിശദീകരിച്ചത് നഗരങ്ങളെ ആസൂത്രിത നഗരങ്ങളാക്കി മാറ്റുക എന്നതാണ്. നഗരവൽക്കരണം അതിൻ്റെ വഴിക്ക് നടക്കുക എന്നല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ നഗര നയം ആവിഷ്കരിക്കേണ്ട കാര്യമില്ല. നഗരവൽക്കരണ പ്രക്രിയയിൽ ഇടപെടുകയും അതിനെ ഒരാസൂത്രിതമായിട്ടുള്ള സ്വഭാവത്തിൽ നമ്മുടെ നാടിൻ്റെ വികസന താല്പര്യങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, സാമൂഹിക നീതി ഉറപ്പുവരുത്തുന്ന ഒരു കാഴ്ചപ്പാട് അതിനനുസരിച്ച് മാറ്റിത്തീർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നഗരനയം ആവിഷ്കരിച്ചിട്ടുള്ളത്. അങ്ങയുടെ ചോദ്യത്തിന് ഉള്ള ഉത്തരം ഈ നഗരനയത്തിൽ ഉണ്ടാവും എന്ന കാര്യം ഞാൻ ഉറപ്പു നൽകുകയാണ്. ശ്രീ മാത്യു ടി തോമസ്. നഗരവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ കേരളം. പല ഗ്രാമപഞ്ചായത്തുകളും ഔദ്യോഗികമായി ഗ്രാമപഞ്ചായത്തുകൾ എന്നറിയപ്പെടുന്നുവെങ്കിലും നഗരത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും സവിശേഷതകളും ഉൾക്കൊള്ളുന്നവയാണ്. അതോടനുബന്ധിച്ച് ഉയരുന്ന പ്രശ്നമാണ് മാലിന്യത്തിൻ്റെ പ്രശ്നം. ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത്, കക്കൂസ് മാലിന്യങ്ങൾ സംസ്കരിക്കാൻ വേണ്ടി നാട്ടിൽ പൊതുവെ ഫലപ്രദമായ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയല്ലേ, ഇങ്ങോട്ട്.
സാധാരണ ഇവ ശേഖരിക്കുന്ന ആളുകൾ ജലസ്രോതസ്സുകളാണ് ഉപേക്ഷിക്കുന്നത്. അവിടെ നഗരങ്ങൾ പല സ്ഥലങ്ങളിലും ഉള്ള നഗരങ്ങളിൽ തന്നെ ഒരു കക്കൂസ് മാലിന്യങ്ങളുടെ ഒരു നെറ്റ്വർക്ക് പൈപ്പ് ലൈനിലൂടെ തിരുവനന്തപുരത്തുള്ളതുപോലെ തന്നെ സംവിധാനങ്ങൾ ഒരുക്കുകയും സിവറേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ വ്യാപകമാക്കി നമ്മുടെ നഗരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തില്ലെങ്കിൽ ജലസ്രോതസ്സുകൾ മലിനപ്പെടും. അപ്പോൾ നഗരവൽക്കരണത്തിൻ്റെ ഒരു വലിയ പ്രത്യാഘാതം എന്ന നിലയിൽ ഈ കക്കൂസ് മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള ഒരു പദ്ധതി സംസ്ഥാന അടിസ്ഥാനത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നു. യെസ് മിനിസ്റ്റർ. സർ, മാലിന്യ സംസ്കരണം നഗരവൽക്കരണത്തിൻ്റെ വെല്ലുവിളികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് നേരിടുന്നതിൽ വളരെ വലിയ ഒരു പുരോഗതി കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ കേരളത്തിലെ സർക്കാരിന് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് ഖരമാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിൽ. എന്നാൽ ദ്രവമാലിന്യ സംസ്കരണത്തിൻ്റെയും കക്കൂസ് മാലിന്യ സംസ്കരണത്തിൻ്റെയും കാര്യത്തിൽ നമുക്ക് ഇനിയും ഏറെ മുന്നോട്ട് പോകാനുണ്ട്. നിരവധി സെപ്റ്റേജ് മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് അങ്ങേക്ക് തന്നെ അറിയാവുന്നതാണ്. പ്രധാനപ്പെട്ട കാരണം എന്താണ്? പ്രൊട്ടസ്റ്റാണ്, പബ്ലിക് പ്രൊട്ടസ്റ്റാണ്. അതുമൂലം നമുക്ക് വേണ്ടത്ര പുരോഗതി അക്കാര്യത്തിൽ കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ചിലയിടത്ത് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. മുട്ടത്തറ നല്ലൊരു മാതൃകയാണ് തിരുവനന്തപുരത്തെ. ഈ നിയമസഭയിൽ അടിയന്തര പ്രമേയം വന്നത് അങ്ങ് ഓർക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു കക്കൂസ് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കുന്നതിനെതിരായിട്ട് അടിയന്തര പ്രമേയം വന്നതും വളരെ വൈകാരികമായിട്ടുള്ള പ്രസംഗങ്ങൾ നടന്നതുമെല്ലാം നമ്മൾ ഓർക്കണം. പക്ഷെ അതേസമയം ഒരു പഠനം കാണിക്കുന്നത് കേരളത്തിലെ വീട്ടുകിണറുകളിൽ 78% ഈക്കോളി ബാക്ടീരിയയുടെ ഉയർന്ന സാന്നിധ്യമുണ്ട് എന്നതാണ്. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം എന്താണ്? വീടുകളിലെ ഈ സെപ്റ്റിക് ടാങ്കുകൾ ശാസ്ത്രീയമായി നിർമ്മിച്ചതല്ല. ശാസ്ത്രീയമായ മാനദണ്ഡപ്രകാരം സെപ്റ്റിക് ടാങ്കുകൾ 3 വർഷം കൂടുമ്പോൾ പൂർണ്ണമായും മാലിന്യം നീക്കം ചെയ്ത് ശുചിയാക്കണം എന്നാണ്. അത് ഇപ്പോൾ കഴിയുന്നില്ല. കഴിയാത്തതിൻ്റെ കാരണം അങ്ങനെ കോടിക്കണക്കിന് വീടുകളിലെ ഈ മാലിന്യം മുഴുവൻ നീക്കം ചെയ്ത് ശുദ്ധീകരിക്കാൻ, ഇതിനെ സംസ്കരിക്കാൻ ആവശ്യമായത്ര നമുക്ക് ഫീക്കൽ സ്ലഡ്ജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ കേരളത്തിലില്ല. അപ്പോൾ അത് പ്ലാന്റുകൾ കൂടുതൽ ആവശ്യമുണ്ട്. ഇനി മാലിന്യ സംസ്കരണത്തിൽ നമ്മുടെ മുൻഗണനാ വിഷയം എന്നത് ദ്രവമാലിന്യ സംസ്കരണവും കക്കൂസ് മാലിന്യ സംസ്കരണവുമാണ്. ഇപ്പോൾ ജലാശയങ്ങളിലാണ് കൊണ്ടുപോയി തള്ളുന്നത്, കായലുകളിലും മറ്റൊക്കെ കൊണ്ടുപോയി തള്ളുന്നുണ്ട്. അവിടെ നിന്നുള്ള മത്സ്യം നമ്മൾ കഴിക്കുന്നുണ്ട്. ശ്രീ എൻ ശംസുദ്ദീൻ. അതിവേഗം നഗരവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിൽ നഗരസഭകൾക്ക് അതിനനുസൃതമായി പ്രവർത്തിക്കാനുള്ള ഫണ്ടുകൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ വലിയൊരു പ്രശ്നം. ഇവിടെ സൂചിപ്പിച്ചു ആസൂത്രിത നഗരവികസനം വേണം. സർ, 2015 പുതുതായി രൂപീകരിക്കപ്പെട്ട നഗരസഭകൾക്ക് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും വികസിപ്പിക്കാനുള്ള പദ്ധതികൾ നമുക്കുണ്ടായില്ല സർ. ഇപ്പോൾ ഒരു നഗരസഭയാകുമ്പോൾ സ്റ്റേഡിയം, ടൗൺ ഹാള്, ഓഫീസ് സമുച്ചയം, പാർക്ക്, പാർപ്പിടം, ഇതൊക്കെ ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം. ഗവൺമെൻറ് ലാൻഡ് പോലും ഇത്തരം നഗരസഭകൾക്ക് വിട്ടുകൊടുക്കുന്നില്ല. ജയിലിന് ചോദിച്ചപ്പോൾ വെറുതെ കിടക്കുന്ന ഭൂമി ജയിലിന് കൊടുത്തു. മണ്ണാർക്കാട് നഗരസഭ ചോദിച്ചപ്പോൾ ആ ഭൂമി ഇതുവരെ കൊടുത്തിട്ടില്ല. സർ, ഇത്തരം നഗരസഭകളെ ഈ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കാൻ, നഗരവൽക്കരണത്തിന് അനുസൃതമായ ജീവിത സാഹചര്യങ്ങൾ ഒരുക്കാൻ ഗവൺമെൻറ് പ്രത്യേക പദ്ധതി തയ്യാറാക്കുമോ? അങ്ങനെ തയ്യാറാക്കുമ്പോൾ മണ്ണാർക്കാട് നഗരസഭയെയും അതിൽ ഉൾപ്പെടുത്തുമോ? യെസ് മിനിസ്റ്റർ പ്ലീസ്. സർ, മണ്ണാർക്കാട്ടെ ഏതൊരു പ്രത്യേക പ്രശ്നം വെച്ചിട്ട് അദ്ദേഹം സാമാന്യവൽക്കരിക്കുകയാണ് ചെയ്തത്. അത് വസ്തുതാപരമല്ല. ഭൂമിയുടെ കാര്യത്തിലുള്ള കേരളത്തിൽ ഏറ്റവും ദൗർലഭ്യമുള്ളൊരു വിഭവം, സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സ് ഭൂമിയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഭൂമി ലഭ്യതയ്ക്കനുസരിച്ചല്ലേ നമുക്ക് കൊടുക്കാൻ കഴിയും. അദ്ദേഹം പറഞ്ഞ പ്രശ്നം ഏതാണെന്ന് എനിക്ക് വ്യക്തമായിട്ടില്ല. ലഭ്യതയ്ക്കനുസരിച്ച് ഭൂമി നൽകാനാവൂ. എന്തായാലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നേരത്തെ ഇവിടെ വിശദീകരിച്ചതായതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. അതിനുള്ള ഉത്തരം വിശദീകരിച്ചതാണ്. ശ്രീ കെ വിജയൻ. ഒരു നഗരനയം രൂപീകരിക്കാൻ മുന്നോട്ട് വരുന്നു എന്നത് വളരെ സ്വാഗതാർഹമാണ്. പക്ഷേ ഇപ്പോൾ തന്നെ നമ്മുടെ നഗരങ്ങളിലൊക്കെ 50-100 നിലകളുള്ള വലിയ ഫ്ലാറ്റുകൾ ഉയർന്നു വരികയാണ്. എന്നാൽ അതിന് ഒരു പ്ലാൻ അംഗീകരിക്കുമ്പോൾ അത്തരമൊരു ഫ്ലാറ്റിൽ നിന്ന് എത്ര കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വരുന്നുണ്ട് എന്ന് കണക്കാക്കി അവിടെ ഒരു ഗ്രീൻ ബെൽറ്റ് ഒന്നുകിൽ സെപ്പറേറ്റ് അല്ലെങ്കിൽ ഒരു പ്രദേശം കണക്കാക്കി ചെയ്തില്ല എങ്കിൽ അതിഭീകരമായ ഒരു പ്രശ്നത്തെ നമ്മൾ നേരിടേണ്ടി വരും. ഈ നഗരനയത്തിൽ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം, പ്രത്യേകിച്ച് നമ്മുടെ ഈ കേരളത്തെ കേരളമായി നിലനിർത്തണമെങ്കിൽ നഗരവൽക്കരണം നടക്കുന്നു, അതിൻ്റെ കൂടെ തന്നെ ഈ പച്ചപ്പും എല്ലാം നിലനിൽക്കണമെങ്കിൽ അത് അനിവാര്യമാണ്. കാരണം വയലുകളെല്ലാം പോവുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ഇത്തരൊരു നിലപാട് സ്വീകരിച്ച് പ്ലാൻ അംഗീകരിക്കുമ്പോൾ 1 ഏക്കർ സ്ഥലത്ത് 1 ഏക്കർ കെട്ടിടം ഉണ്ടാക്കി പാർക്കിംഗ് സൗകര്യം ഉണ്ടായാലായി എന്നുള്ള ഒരു നില വരുന്നുണ്ട്. അത് ഒഴിവാക്കിയെടുക്കുന്നതിനെ കുറിച്ച് ഒരു നല്ല കാഴ്ചപ്പാട് ഉണ്ടാവേണ്ടതല്ലേ? അത് സ്വീകരിക്കുന്നുണ്ടോ ഈ നയത്തിൽ എന്നാണ് എനിക്ക് ചോദിക്കുന്നത്. സർ, അദ്ദേഹം ഉന്നയിച്ച പ്രശ്നം പ്രസക്തമാണ്. കേരളം ആ ദിശയിലുള്ള പ്രവർത്തനം നേരത്തെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ബഹുമാനായിട്ടുള്ള ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ
ചൂണ്ടിക്കാണിച്ച കാര്യം എല്ലാവരും ഓർക്കുന്ന ഞാൻ കരുതുന്നു. 2050 ആകുമ്പോഴേക്കും കേരളം കാർബൺ ന്യൂട്രൽ സംസ്ഥാനമായി മാറും. ആ ലക്ഷ്യം നിശ്ചയിച്ചുകൊണ്ടുള്ള ഒരു റോഡ് മാപ്പ് അനുസരിച്ചുള്ള പ്രവർത്തനം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദേശീയ തലത്തിൽ 2070 ലക്ഷ്യം എന്ന് ഓർക്കണം. അപ്പോൾ ദേശീയ തലത്തിൽ കൈവരിക്കാനിരിക്കുന്ന ഒരു ലക്ഷ്യം അതിൻ്റെ 2 ദശകം മുമ്പ് കൈവരിക്കുക മറ്റെല്ലാ കാര്യത്തിലും എന്നതുപോലെ ഇതിലും ഇന്ത്യക്ക് കേരളത്തിന് മാതൃകയായി മാറാൻ കഴിയും.